ഒരു പ്രശസ്തനായ ശില്പി ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആശങ്കകൾ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വിഗ്രഹം ഉണ്ടാക്കാൻ കാട്ടിലേക്ക് പോയി ശില്പം സൃഷ്ടിക്കാൻ പരിശ്രമിച്ചു. അദ്ദേഹം പ്രകൃതിയെ നോക്കി, പ്രകൃതിയിൽ നിന്ന് പ്രചോദനം കണ്ടെത്തി, വിവിധ ആശയങ്ങൾ വരച്ചുവച്ചു. പുതിയ ഊർജത്തോടെ തിരിച്ചുവന്നു. ശക്തമായ മനസ്സോടെ ശില്പം നിർമ്മിച്ചു. അവൻ്റെ ദൈവത്തിൻ്റെ വിഗ്രഹം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു. ഗ്രാമവാസികൾ അത്ഭുതത്തോടെ നോക്കി. അദ്ദേഹം അഭിമാനത്തോടെ നിൽക്കുന്നു. ശാന്തമായ സൂര്യാസ്തമയത്തിൽ സമാധാനം. ശില്പി രണ്ടാമത്തെ കല്ല് പണി ആരംഭിച്ചു. ഉളിയുടെ ഓരോ അടിയേൽക്കുമ്പോഴും ആ കല്ലിനും വേദന. ഒരു മികച്ച രൂപമാക്കണമെങ്കിൽ ഞാൻ ഈ വേദന സഹിച്ചേ പറ്റൂ. ആ കല്ല് ഒരക്ഷരം പോലും പരാതി പറയാതെ. ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ശില്പി ആ കല്ലിനെ മനോഹരമായ ഒരു ദൈവവിഗ്രഹമാക്കി. കഠിനമായ വേദന അനുഭവപ്പെട്ടു. എല്ലാ വേദനകളും സഹിച്ചു. ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള വിഗ്രഹം. എന്റെ കഠിന പരിശ്രമം ഫലിച്ചു. ഈ വിഗ്രഹം എന്റെ ആത്മാവിനെ പ്രതിഫലിപ്പിക്കുന്നു.